ഇന്നലെ ലാവണ്യ ഇൻസ്പെക്ടർ ധർമ്മരാജൻ വന്നിരിക്കുന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ്. വീണ്ടും ആ കണ്ണുകളിൽ സംഭ്രമവും ഭീതിയും നിഴലാടി. എനിക്കെന്ത് പറയാൻ കഴിയും? ശ്രമിച്ചു നോക്കൂ. ധർമ്മരാജൻ മൃദുസ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി. നല്ലവണ്ണം ആലോചിച്ച് ഓർമ്മയുള്ളതുപോലെ പറഞ്ഞാൽ മതി. ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബസ് പുറപ്പെട്ടു. ഈ പ്രദേശത്ത് കൂടി വേറെ എവിടേക്കോ പോകുമ്പോൾ ഒരു വലിയ മഴയിൽ അകപ്പെട്ടു. ഡ്രൈവറുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അതോ മറ്റെന്ത് കാരണം കൊണ്ടോ ബസ് പുഴയിൽ മുങ്ങിപ്പോയി. അതിലുണ്ടായിരുന്നവരെല്ലാം മരിച്ചു, നിങ്ങളൊഴിച്ച്. വിടർന്ന കണ്ണുകളോട് ഭീതി പൂണ്ട് ദീനമായി അവൾ നോക്കി. ആ ബസ് എവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എനിക്കറിയില്ല. നിങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? എനിക്ക് ഓർമ്മയില്ല. പ്ലീസ് എന്നോട് ചോദിക്കരുതേ. അയ്യോ, എനിക്ക് ഓർമ്മയില്ലല്ലോ. കൂടെ വന്നിരുന്നത് അച്ഛനും അമ്മയുമാണോ? അവളുടെ ശൂന്യമായ കഴുത്തിൽ ഒരു മിനിറ്റ് നോക്കി വീണ്ടും ചോദിച്ചു. അതോ ചേട്ടനോ ചേച്ചിയോ? അവൾ പെട്ടെന്ന് കൈകൾ കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. മതി ധർമ്മരാജൻ, ഞാൻ പറഞ്ഞില്ലേ, മതി മതി. ധർമ്മരാജൻ നിരാശയായി. ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. വിഷമിക്കാതിരിക്കൂ. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. എന്തെങ്കിലും ഓർമ്മ വന്നാൽ അറിയിക്കൂ. അവൾ മറുപടി പറഞ്ഞില്ല. കൈകൾ മുഖത്തു നിന്ന് മാറ്റിയുമില്ല. മുറിക്ക് പുറത്തു വന്നപ്പോൾ ധർമ്മരാജൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇനി കലക്ടറുമായി ആലോചിച്ച് മേൽ നടപടി സ്വീകരിക്കണം. മദിരാശിയിൽ നിന്ന് എന്തെങ്കിലും വിവരം വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നറിയിക്കുമല്ലോ.